ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്പോഞ്ച് കേക്കാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. 3 kg അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല സ്പോഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഇതാ മൈദ ഞാൻ അളന്നെടുക്കുന്നത് 2.5 കപ്പ് മൈദയാണ് എടുത്തത്. പിന്നെ ഇതാ ബേക്കിംഗ് പൗഡർ 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇനി ഇത് നമ്മൾക്ക് ബേക്കിംഗ് സോഡയും കുറച്ച് ചേർക്കുന്നുണ്ട്. 3/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, പിന്നെ അത് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു കേക്ക് വനില സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല സ്പോഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി മിക്സാക്കുക. അല്ലെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതി കേട്ടോ. 3 പ്രാവശ്യം അരിച്ചെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് 9 മുട്ടയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഈ യോക്കും വൈറ്റും കൂടി സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുട്ടയെല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ടയുടെ മഞ്ഞയിലോട്ട് നമ്മൾ കുറച്ച് വനില എസൻസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 ടേബിൾ സ്പൂണോളം അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചൊന്ന് ബീറ്റ് ചെയ്ത ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 2.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. 2.5 കപ്പ് മൈദക്ക് 2.5 കപ്പ് പഞ്ചസാര എന്ന രീതിയിലാണ് ഞാൻ എടുത്തത്. ചില കേക്കിന് നല്ല മധുരം വരും, ചിലതിന് അത്ര ഒരുപാട് മധുരം ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറക്കണം കേട്ടോ. അപ്പോൾ കാരമൽ കേക്കെല്ലാം ആകുമ്പോൾ ഇത്രയും മധുരം ആവശ്യമില്ല, അത് ഓവറായിട്ട് മധുരം വരും കേട്ടോ ഈ ഒരു 2.5 കപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 കപ്പ് മതിയാവും. അപ്പോൾ ഇവിടെ ഞാൻ 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഷുഗറൊക്കെ ചേർക്കുന്ന സമയത്ത് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഷുഗറെല്ലാം ഇട്ട് നന്നായി മിക്സായ സമയത്ത് നമ്മൾക്ക് ഈ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ മഞ്ഞ ഒന്ന് മിക്സാക്കി വെച്ചിട്ട് നന്നായി മിക്സാക്കി എടുക്കുന്നതായിരിക്കും നന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് കുറേശ്ശെയായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സീക്രട്ട് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ ഫോളോ ചെയ്താൽ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു പാത്രത്തിലോട്ട് നമ്മളിത് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പോളം ഓയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കേക്കിലോട്ട് മിക്സ് ആക്കാതെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പോളം പാലും കൂടി ചേർത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സാക്കി വെച്ച മൈദ ഉണ്ടല്ലോ അതൊന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം ഈ ഒരു പാലും ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മൾ മൈദയൊക്കെ ഇട്ട് മിക്സാക്കുന്ന സമയത്ത് ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാതെ എല്ലായിടത്തും നന്നായിട്ട് മിക്സായിട്ട് ഒരുപോലെ ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മളിനി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് ഒരു വലിയ പാത്രത്തിലോട്ട് ഞാനൊരു മുട്ടേൻ്റെ ആ ഒരു ബാറ്റർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ അരിച്ച് വെച്ച മൈദ ഉണ്ടല്ലോ അതൊന്നും കൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ മൈദ ഇട്ട് കൊടുക്കാം മതി, ഒന്നിച്ചെല്ലാം കൂടി മിക്സാക്കണ്ട. അപ്പോൾ കുറച്ച് മൈദ ഇട്ട് അതൊന്ന് മിക്സാക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ പാലും ഓയിലും ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും മാറി മാറി ഇതിലോട്ട് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മൈദ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഈ ഒരു പാലും ഓയിലും ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കണം. ഇനി ഇത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് റെഡിയാക്കാം. ഇനി 160 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് വെച്ച് ബേക്ക് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ 45 മിനിറ്റ്സോളം എനിക്കിത് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.